വീടുകൾ, ഫ്ളാറ്റുകൾ, ഓഫീസുകൾ, ഷോറൂമുകൾ, ആശുപത്രികൾ, ഹോട്ടലുകൾ, നിങ്ങൾക്ക് ഫർണിഷ് ചെയ്യാനുള്ള കെട്ടിടങ്ങൾ ഏതുമാകട്ടെ, ആകർഷകമായ വിധത്തിൽ അവ ഡിസൈൻ ചെയ്യാനും ഫർണിഷിംഗ് ഒരുക്കാനും ഇപ്പോൾ തന്നെ വിളിക്കുക. വിസ്ഡം സിറ്റിസ്കേപ്പ്, കൊച്ചി. ഫോൺ നമ്പർ 9947422033. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9947422033. കഴിഞ്ഞ കുറേ ആഴ്ചകളായി വീട് നിർമ്മിക്കുന്നവർക്ക് മാതൃകയായി കേരളത്തിൽ നിർമ്മിച്ച നല്ല കുറേ വീടുകളുടെ നിർമ്മാണ വിശേഷങ്ങളാണ് ഞങ്ങൾ ഈ പരമ്പരയിലൂടെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. വീടിൻ്റെയോ ഫ്ലാറ്റുകളുടെയോ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഗൈഡ് ലൈനുമായാണ് വാസ്തുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെ തേടിയെത്തുന്നത്. മനോഹരമായ ഒരു ഡ്യൂപ്ലേ അപ്പാർട്ട്മെൻറ്റ്, അത്യാധുനിക രീതിയിലുള്ള അതിൻ്റെ ഇൻറ്റീരിയർ ഫർണിഷിംഗ്, അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പുതുമേറിയ മെറ്റീരിയലുകൾ. തീർച്ചയായും വാസ്തുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പുതുമേറിയൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. നോക്കൂ ആ ഫ്ലാറ്റ് ഇൻറ്റീരിയറിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ. കൊച്ചി നഗരത്തിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഇത്. ഹോം ഡെക്കറേറ്റിംഗ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന കൊച്ചിയിലെ പ്രമുഖ സ്ഥാപനമായ ദിവാനിയ ഫർണിഷിംഗ്സിന്റെ ഉടമ ശ്രീ ഇമാം സാലിഹിൻ്റെതാണ് ഈ അപ്പാർട്ട്മെൻറ്റ്. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫർണിഷിംഗ് സ്റ്റൈലും അതേപറ്റി കൊച്ചിയിലെ പ്രമുഖ ഇൻറ്റീരിയർ ഡിസൈനിങ് സ്ഥാപനമായ വിസ്ഡം സിറ്റിസ്കേപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കമുകറ ശ്രീഹരി നൽകുന്ന വിശദീകരണങ്ങളുമാണ് വാസ്തുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ. തുറന്നു കാണുക. കൊച്ചി നഗരത്തിലെ മനോഹരമായ ഒരു ഫ്ലാറ്റ് പ്രോജക്റ്റാണിത്. ട്വിൻ ടവറുകളായി നിർമ്മിച്ച സുന്ദരമായ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ്. 2 ടവറുകളിലുമായി 100-ലേറെ ഫാമിലികൾക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഈ പ്രോജക്റ്റിലുള്ളത്. ഒരു ലക്ഷറി ഫ്ലാറ്റ് പ്രോജക്റ്റിന് വേണ്ട നിരവധി അമ്യൂണിറ്റീസുകളോടെ പൂർത്തിയാക്കിയ ഒരു പ്രോജക്റ്റ് കൂടിയാണിത്. വിശാലമായ കാർ പാർക്കിംഗ് ഫെസിലിറ്റി, മനോഹരമായ ഈ എൻട്രി ലോബി, പാസഞ്ചർ ലിഫ്റ്റും ബെഡ് ലിഫ്റ്റുമായി നിരവധി എലിവേറ്റർ ഫെസിലിറ്റി, സുന്ദരമായ ഈ ഗാർഡൻ, അതോടനുബന്ധിച്ചുള്ള ഈ പ്ലേയിങ് ഏരിയ, വിശാലമായ ഈ സ്വിമ്മിംഗ് പൂൾ, ജിംനേഷ്യം തുടങ്ങി നിരവധി സൗകര്യങ്ങളോടെ നിർമ്മിച്ച ഒരു ഫ്ലാറ്റ് പ്രോജക്റ്റ് കൂടിയാണിത്. ഈ ട്വിൻ ടവർ ഫ്ലാറ്റ് പ്രോജക്റ്റുകളിൽ ആദ്യത്തേതിന്റെ 13ാം നിലയിലെ ഒരു ഫ്ലാറ്റ് യൂണിറ്റാണ് ഇത്. കൊച്ചിയിലെ പ്രമുഖ ഇന്റീരിയർ ഫർണിഷിംഗ് മെറ്റീരിയൽ ഷോപ്പായ ദിവാനിയ ഫർണിഷിംഗിന്റെ ഉടമ ഇമാം സാലിയുടേതാണ് ഈ ഡ്യൂപ്ലേ ഫ്ലാറ്റ് യൂണിറ്റ്. കൊച്ചിയിൽ തന്റെ ബിസിനസ് സ്ഥാപനത്തിനരികെ തന്നെ ഒരു താമസ സ്ഥലം വേണമെന്ന കാഴ്ചപ്പാടിലാണ് ശ്രീ ഇമാം സാലി ഈ ഫ്ലാറ്റ് വാങ്ങിയത്. ഒരു അപ്പാർട്ട്മെന്റാണ് വാങ്ങിയതെങ്കിലും അതിൽ ഒരു വില്ലയുടെ സൗകര്യങ്ങൾ ഒരുക്കണമെന്നതായിരുന്നു ശ്രീ ഇമാം സാലിയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഒരു ഡ്യൂപ്ലേ ഫ്ലാറ്റ് തന്നെ വാങ്ങിയതും ഈ വിധത്തിലുള്ള ഒരു ഫർണിഷിംഗിന് തുനിഞ്ഞതും. ഒരു അപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തപ്പോൾ ഒരു വില്ലയുടെ എല്ലാ സൗകര്യവും അതിൽ ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഒരു ഡ്യൂപ്ലേയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. ആയതിനാൽ ഈ അപ്പാർട്ട്മെന്റിൽ കയറിയാൽ ഒരു വീടിൻ്റെ എല്ലാ പ്രതീതിയും സൗകര്യവും ലഭിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് രൂപകൽപ്പന ചെയ്തതും അതിനനുസരിച്ച് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സാധാരണ അപ്പാർട്ട്മെന്റുകൾ ഒറ്റ നിലയിലുള്ള ഒരു താമസ സ്ഥലമായിരിക്കും. എന്നാൽ 2 നിലകളിലായി ഒരുക്കുന്ന ഫ്ളാറ്റുകളാണ് ഡ്യൂപ്ലേകൾ. ഇരുനില വീടിൻ്റേത് എന്ന പോലെയുള്ള സൗകര്യങ്ങളാണ് ഡ്യൂപ്ലേകളിൽ ഉണ്ടാവുക. ഈ സ്റ്റെയർകേസ് ആണ് ഇവിടെ ഇരുനിലകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്.
അതിനാൽ ഒരു ഡബിൾ സ്റ്റോറി വില്ലയുടേത് എന്ന പോലെയുള്ള സൗകര്യങ്ങൾ ഈ ഫ്ലാറ്റിനുണ്ട്. ഇത് ഒരു ഫ്ലാറ്റാണ്. പക്ഷേ ഫ്ലാറ്റാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോർമൽ ലിവിങ്ങിൽ വന്ന് നിന്ന് നോക്കിയാൽ ഇതൊരു വില്ലയാണോ എന്ന് തോന്നും. ബിക്കോസ് അവിടെ നിന്ന് മുകളിലെ സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് പോകുന്നുണ്ട്. ഈ സ്റ്റെയർ കേസ് നേരെ കയറി പോകുന്നത് തന്നെ മുകളിൽ ഒരു പ്രൈവറ്റ് ലിവിങ് ഏരിയയിലേക്കാണ്. എല്ലാവർക്കും താല്പര്യമുള്ളതുപോലെ ഒരു വില്ലയിൽ താമസിക്കുന്ന ഒരു ഫീലാണ് ഈ ഫ്ലാറ്റിൽ ഉള്ളവർക്ക് കിട്ടുന്നത്. 2 വ്യാഴവട്ടത്തിലേറെയായി ഇന്റേണൽ ഫർണിഷിങ്ങിനുള്ള പ്രൊഡക്റ്റുകൾ വിൽപ്പന നടത്തിവരുന്ന ബിസിനസ്സുകാരനാണ് ഇമാം സാലി. അതുകൊണ്ട് തന്നെ തന്റെ ഈ ഡ്യൂപ്ലേ തീർത്തും ട്രെൻഡിയായി ഫർണിഷ് ചെയ്യണമെന്ന് ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതനുസരിച്ച് ലേറ്റസ്റ്റ് ട്രെൻഡിലുള്ള ഫർണിഷിംഗ് സ്റ്റൈലാണ് ഈ ഫ്ലാറ്റിനായി സ്വീകരിച്ചത്. കഴിഞ്ഞ 22 വർഷക്കാലത്തിലേറെയായി ഒട്ടനവധി വീടുകളുടെ ഇൻറ്റീരിയർ ഒരുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നതിനാൽ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു ഈ വീടിൻ്റെ ഉൾവശം എങ്ങനെ അലങ്കരിക്കണമെന്ന്. ട്രെൻഡിയായ ഡിസൈൻ, ട്രെൻഡിയായ പ്രോഡക്റ്റുകൾ. ഈ ഫ്ലാറ്റ് ഇന്റീരിയർ നമ്മിൽ കൗതുകവും വിസ്മയവും തീർക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ മെല്ലെ പ്രചരിച്ചു വരുന്ന ഏറ്റവും പുതിയ തരത്തിലുള്ള ഫർണിഷിംഗ് പാറ്റേണാണ് ഈ ഫ്ലാറ്റിൻ്റേത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അവരുടെ റിക്വയർമെൻറ്റ്സ് വരുമ്പോൾ തന്നെ ചിലർക്ക് ചില തീംസിലോടായിരിക്കും താല്പര്യം. ചിലർക്ക് ചില പെർട്ടിക്കുലർ കളേഴ്സ് അവരുടെ വീടുകളിൽ വരണം. കസ്റ്റമറോട് കുറച്ച് നേരം നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ റിക്വയർമെൻറ്റ്സും അവരുടെ മനസ്സിലുള്ള വ്യൂസും നമുക്ക് കിട്ടും. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ കൊടുക്കുകയും അത് 3D വ്യൂ ആയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർക്കതൊരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. സോ ആ വിഷ്വലൈസ് ചെയ്യുന്നത് തന്നെയായിരിക്കും നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് വെയർ ഡിസൈനിങ് ഹൗസസിൻ്റെ ഇമ്പോർട്ടൻസും അവിടെയാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന കളർ തീമിൽ ഒരുക്കിയ ഒരു ഫ്ലാറ്റാണിത്. ഒരിക്കലും പുതുമ നഷ്ടപ്പെടാത്ത ഒരു കളർ പാറ്റേൺ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ്റേത്. അതുകൊണ്ടാണ് ആ ഒരു പാറ്റേണിൽ ഈ ഫ്ലാറ്റ് ഒരുക്കിയത്. ഒരു തീമാറ്റിക്കായി ഇൻറ്റീരിയർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതിനാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എക്കാലവും അതിൻ്റെ ഭംഗിയോടും ട്രെൻഡോടും കൂടി നിലനിൽക്കുന്ന ഒരു കളർ സ്കീമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇവിടെ റൈറ്റ് ഫ്രം ദ ഡോർ ടു ഡൈനിങ്, ഡ്രോയിങ്, കിച്ചൺ, ബെഡ്റൂംസ് എല്ലാം ഇതേ കളറിലാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതിൽ അപ്പോൾസ്ട്രി ആയാലും അക്സസറീസ് ആയാലും ബെഡ്ഷീറ്റ്സ്, ഫ്ലോറിംഗ്, വോള് എല്ലാം ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കളർ സെലക്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫർണിഷിംഗ് പാറ്റേണിൽ, ഡിസൈനിങ്ങിൽ, നിറപ്പകിട്ടിന്റെ തെരഞ്ഞെടുപ്പിൽ, മെറ്റീരിയൽസിന്റെ തെരഞ്ഞെടുപ്പിൽ എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകി ഒരുക്കിയ ഒരു ഫ്ലാറ്റ് കൂടിയാണിത്. ഈ എൻട്രി ഡോറിൽ തുടങ്ങി നമുക്കത് തിരിച്ചറിയാം. എൻട്രി ഡോറിനോട് ചേർന്ന് നല്ലൊരു ഷൂ റാക്ക് കൂടി നൽകിയിട്ടുണ്ട്. ഇവിടെ സമീപം തന്നെ ഒരു ഇരിപ്പിടവും. ഷൂ ധരിക്കാനും അതിന് ലേസ് കെട്ടാനും പറ്റിയ വിധത്തിലാണ് ഈ ഇരിപ്പിടം ഒരുക്കിയത്. ഇവിടെ നിന്ന് എൻട്രി ഡോർ തുറക്കുമ്പോൾ മുന്നിൽ ആദ്യം നീണ്ട ഒരു ഫോയറാണ് തെളിയുക. ഫ്ലാറ്റിന്റെ ഫർണിഷിംഗിൽ പൊതുവെ സ്വീകരിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറപ്പകിട്ട് ഫോയറിൽ വെച്ച് നമുക്ക് അനുഭവിച്ചറിയാം. ഈ ഫോയർ നീളുന്നത് ഇവിടുത്തെ ഫോർമൽ ലിവിംഗിലേക്കാണ്. കറുത്ത നിറത്തിലുള്ള സോഫകളാണ് ഇവിടുത്തെ ഇരിപ്പിട സജ്ജീകരണങ്ങൾ. എൽ ഷേപ്പിലാണ് അവയുടെ ക്രമീകരണം. ലിവിംഗിനോട് ചേർന്നാണ് ഇവിടുത്തെ സ്റ്റെയർകേസിന്റെ സ്ഥാനം. അതിനാൽ അതിന്റെ ചുവട് ഭാഗം ഒരു ബ്യൂട്ടി സ്പോട്ടാക്കി മാറ്റാനും ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡ്രൈ പ്ലാന്റുകൾ, ജാർ മോഡലിലൊരുക്കിയ അക്വേറിയം, ചുവടെ വിരിച്ച മാർബിൾ പെബിൾസ്, നീഷുകളിലായി സജ്ജീകരിച്ച ആർട്ടിഫാക്ട്സ് എന്നിങ്ങനെ കൗതുകം നിറഞ്ഞ കാഴ്ചകൾ. സ്റ്റെയർകേസ് ഏരിയനെ ഒരു ഡംപിങ് യാർഡായിട്ടോ അല്ലെങ്കിൽ ഇൻവെർട്ടർ വയ്ക്കുന്ന സ്ഥലമായിട്ടോ ഡെയിലി യൂസ് ഇല്ലാത്ത ഒരു ഏരിയ ആയിട്ടാണ് അത് വരുന്നത്. പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് വളരെ വ്യത്യസ്തമാണ്. ഇതൊരു അട്രാക്റ്റീവ് പാർട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ സ്റ്റെയർകേസ് ഏരിയയിൽ പെബിൾസൊക്കെ ഇട്ടിട്ട് വൺ ഓഫ് ദി അട്രാക്റ്റീവ് സ്പോട്ടാണ് ആ ഫ്ലാറ്റിൻ്റെ ഏരിയയാണ് ഈ സ്റ്റെയർകേസിൻ്റെ ബേസ് ഏരിയ എന്ന് വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ കുറേ പെബിൾസും പിന്നെ കുറേ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സൂത്തിങ് ഇഫക്റ്റ്, കണ്ണിനൊരു നല്ലൊരു സൂത്തിങ് ഫീൽ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അട്രാക്ഷൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ലിവിങ്ങിനരികിൽ ഒരുക്കിയ കർട്ടനുകൾ റിമോട്ട് കൺട്രോൾ സിസ്റ്റം വഴി ഓപ്പറേറ്റ് ചെയ്യാവുന്നവയാണ്.
കർട്ടന്റെ നിറപ്പകിട്ടും ചുമരിന്റെ നിറപ്പകിട്ടുമെല്ലാം ആകെയുള്ള കളർ തീമിനോട് മാച്ച് ചെയ്യുന്നവ തന്നെ. ഒറ്റ ലീഫുള്ള വളരെയേറെ കൗതുകം തോന്നിപ്പിക്കുന്ന ഒരു ഫാനാണ് ഇവിടെ. ടീപോയ്, അതിന് താഴെയുള്ള റെക്സ് എന്നിവയും ആകർഷകം. ഫോയറിൽ ലേ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ടൈൽസ് ആണ്. ലിവിംഗിലെത്തുമ്പോൾ അത് വൈറ്റിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. നല്ല പ്രൈവസി കൂടി നൽകിയാണ് ഈ ലിവിംഗ് ഏരിയയുടെ ലേ ഔട്ട്. ഇവിടെ ഇരിക്കുന്നവരുടെ പ്രസൻസ് തൊട്ടിപ്പുറത്തുള്ള ഫാമിലി ലിവിംഗിലിരിക്കുന്നവരുടെ പ്രൈവസിയെ ബാധിക്കാത്ത തരത്തിലാണ് ഇന്റീരിയർ ഒരുക്കിയത്. ഒരു അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഒരു വില്ലയിലെ എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കത്തക്ക രീതിയിലാണ് ഞങ്ങളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാമിലി ലിവിങ്ങും ഫോമൽ ലിവിങ്ങും തമ്മിൽ ഗ്ലാസ് പാർട്ടീഷനോടുകൂടി സെപ്പറേഷൻ നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഫാമിലി ലിവിങ്ങിൽ നല്ല പ്രൈവസി അനുഭവപ്പെടുന്നുണ്ട്. ഡൗൺ ഫ്ലോറിൽ 2ഉം അപ്പർ ഫ്ലോറിൽ 1ഉമായി 3 ലിവിംഗ് സ്പേസ് ഉള്ള ഒരു ഫ്ലാറ്റാണിത്. അതിൽ താഴെ ഫ്ലോറിൽ ഫോമൽ ലിവിംഗ് സ്പേസും ഒരു ഫാമിലി ലിവിംഗ് സ്പേസുമാണ് ഉള്ളത്. ഒരു എന്റർടൈൻമെന്റ് ഏരിയ എന്ന നിലയിൽ കൂടിയാണ് ഡൗൺ ഫ്ലോറിലെ ഫാമിലി സിറ്റിംഗ് ഒരുക്കിയത്. ലൈബ്രറി, TV കാണുവാനുള്ള സൗകര്യം എന്നിവ കൂടി അതിനായി ഇവിടെ നൽകിയിട്ടുണ്ട്. ഫോമൽ ലിവിംഗ് ഏരിയയ്ക്ക് കൂടുതലും ബ്ലാക്ക് തീമാണ്. ഫാമിലി ലിവിംഗിലാകട്ടെ വൈറ്റ് കളറിനാണ് ആധിപത്യം. ഈ ഫ്ലാറ്റിൻ്റെ വൺ ഓഫ് ദി അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫോർമൽ ലിവിങ്ങും ഡൈനിങ് ഏരിയയും തമ്മിൽ ഉള്ളൊരു സെപ്പറേഷനാണ്. ഫോർമൽ ലിവിങ്ങിൽ ഇരിക്കുന്നവർക്ക് ഡൈനിങ് ഏരിയയിൽ എന്താ സംഭവിക്കുന്നതെന്ന് കാണാൻ പറ്റില്ല. അങ്ങനെ അതേസമയം അവർക്ക് ഡൈനിങ് ഏരിയയിലുള്ളവർക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ ദേ ക്യാൻ ഹാവ് എ വ്യൂ ഓഫ് ദി ഫോർമൽ. ആ ഒരു തീമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നോർമലി എല്ലാ ഫ്ലാറ്റ്സിലും ഇവിടെ നമ്മൾ കാണുന്ന ലേ ഔട്ട്സ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഫോർമൽ ലിവിങ്ങും ഡൈനിങ്ങും കൂടി ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് അല്ലെങ്കിൽ ചെറിയൊരു സെപ്പറേഷനോട് കൂടി മാത്രമാണ് വരുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സെപ്പറേറ്റിംഗ് വാളിന് ഒരു ഡിസൈനിങ് ഹൗസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വന്നതോട് കൂടിയിട്ട് അത് സെപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചു. ആ വാളിനെ നമ്മളെടുത്ത് മാറ്റുകയും ഫോർമൽ ലിവിങ്ങിനെ മാത്രമായിട്ട് എടുത്തിട്ട് ഇൻ ബിറ്റ്വീൻ ഡൈനിങ്ങിനും ഫോർമലിനും ഇടയ്ക്ക് ഒരു ലിവിങ് സ്പേസ് കൊണ്ടുവന്നു, ലിവിങ് ഏരിയ കൊണ്ടുവന്നു. അവിടെ TV വ്യൂ ചെയ്യാനും ഒരു ഫാമിലിക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ഏരിയ ആയിട്ട് അത് കിട്ടുകയും ചെയ്തു. ഇതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഫോർമൽ ഏരിയയിൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ഫാമിലിക്കകത്തുള്ളവർക്കുള്ള മൂവ്മെൻറ്റ് അവരുടെ എൻ്റർടൈൻമെൻറ്റ് ഇതിനെ ഒന്നും ബാധിക്കുന്നില്ല. അവർക്ക് ആ വീടിനകത്തുള്ള ഫ്രീഡം അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ചേഞ്ച് കൊണ്ടുവന്നതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ ഫാമിലി സിറ്റിംഗിലെ ഫാനുകൾക്കുമുണ്ട് പ്രത്യേകത. വളരെ അപൂർവമായ ഒരു നിർമ്മിതിയാണിത്. ഈ ഫാമിലി സിറ്റിംഗിന് തൊട്ടിപ്പുറത്തായാണ് ഇവിടുത്തെ ഫോമൽ ഡൈനിങ്. വശങ്ങളിലെ ചുമരിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഇലുസ്ട്രേഷൻ കാണാം. വാൾ മൗണ്ടഡായി നൽകിയ ഷോക്കേസും ആകർഷകം. ഭംഗിയാർന്ന സജ്ജീകരണങ്ങളാണ് ഡൈനിങ്ങിലേത്. ഇവിടുത്തെ ലൈറ്റിംഗും ആകർഷകമാണ്. ഡൈനിങ് ടേബിളിന് തൊട്ട് മുകളിൽ നൽകിയ ഫാൻ ഏറെ കൗതുകം തോന്നിപ്പിക്കുന്ന ഒരു നിർമ്മിതിയാണ്. ഓഫ് ചെയ്ത സ്ഥിതിയിൽ കൂമ്പി നിൽക്കുന്ന ഒരു പൂമൊട്ട് പോലെ തോന്നുന്ന ഒരു ഫാൻ. സ്വിച്ച് ഇട്ടാൽ ഇതിന്റെ ലീഫുകൾ വിടരും. കറങ്ങിക്കൊണ്ടിരിക്കെ അവ സാധാരണ ഫാൻ ലീഫ് പോലെയുമാകും. ഈ ഫോമൽ ഡൈനിങ്ങിനപ്പുറം ഒരു ഫാമിലി ഡൈനിങ് സ്പേസ് ആണ്. റൗണ്ട് ഷേപ്പ് ടേബിളാണ് ഇവിടെ. കളർ പാറ്റേൺ ബ്ലാക്ക് ആൻഡ് വൈറ്റിനോട് മാച്ച് ചെയ്യുന്നത് തന്നെ. ഈ ഫാമിലി ഡൈനിങ്ങിന് സമീപത്തായാണ് ഇവിടെ കിച്ചൺ. കോമ്പാക്ട് സ്റ്റൈലിൽ ഭംഗിയായി ഒരുക്കിയ ഒരു കിച്ചൺ. നല്ല പ്രൈവസിയുണ്ട് ഈ കിച്ചണ്. രണ്ട് കിടപ്പറകളാണ് ഈ ഫ്ലാറ്റിന്റെ ഡൗൺ ഫ്ലോറിലുള്ളത്. അതിലൊന്ന് ഫാമിലി ഡൈനിങ്ങിനരികിലുള്ള ഈ കിടപ്പറയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ തന്നെ ഫർണിഷ് ചെയ്ത ഒരു കിടപ്പറ. പാരന്റ്സ് ബെഡ്റൂമാണ്. ഫോമൽ ലിവിംഗ് സ്പേസിനരികിലായി ഒരുക്കിയ ഈ കിടപ്പറയാണ് ഇവിടുത്തെ രണ്ടാമത്തെ കിടപ്പറ. ഇത് ഗസ്റ്റ് ബെഡ്റൂമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം തന്നെ അഡോപ്റ്റ് ചെയ്ത കിടപ്പറ. ബെഡ് സ്പ്രെഡ്
വാൾ കളർ, ലാംപ് ഷെയ്ഡ് തുടങ്ങി എല്ലാറ്റിലും കറുപ്പും വെളുപ്പും കലർന്ന നിറപ്പകിട്ട്, നല്ല ഡ്രസ്സിംഗ് ഏരിയ, ട്രെൻഡി സ്റ്റൈലിലുള്ള ടോയ്ലറ്റ് എന്നിവയും ഈ കിടപ്പറയ്ക്കുണ്ട്. ഇനി ഈ ഫ്ലാറ്റിലുള്ള ബാക്കി സൗകര്യങ്ങൾ മുകൾ നിലയിലാണ്. വരും, അവ കാണാം നമുക്കിനി. ഫോമൽ ലിവിംഗ് സ്പേസിനരികിലുള്ള ഈ സ്റ്റെയർകേസ് വഴിയാണ് ഈ ഫ്ളാറ്റിന്റെ മുകൾ നിലയിലേക്കുള്ള പ്രവേശനം. സ്റ്റെപ്പുകളിൽ LED ലൈറ്റുകൾ നൽകിയ സ്റ്റെയർകേസ്, മുകളിൽ ആകർഷകമായ ഒരു ഷാങ്ലിയറുമുണ്ട്. സ്റ്റെയർകേസ് കയറിയെത്തുന്ന മുകൾ നിലയിൽ ആദ്യം ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ തന്നെ ഫർണിഷിംഗ് ഒരുക്കിയ ഒരു ലിവിംഗ് സ്പേസ്, TV കാണുവാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ലിവിംഗ് ഏരിയയുടെ അഡ്ജസന്റായി 3 കിടപ്പറകളാണ് മുകൾ നിലയിലുള്ളത്. അതിലൊന്ന് ഇതാണ്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. കറുപ്പും വെളുപ്പും തന്നെയാണ് കളർ പാറ്റേൺ. ഏറെ ആകർഷകത്വമാർന്ന ശയ്യ, ധാരാളം വാർഡ്രോബുകൾ, ഡ്രസ്സിംഗ് ഏരിയ, ട്രെൻഡി ബാത്റൂം, ഇങ്ങനെ ഏറെ സൗകര്യപ്രദമാർന്ന ഒരു കിടപ്പറ. മുകൾ നിലയിലുള്ള ശേഷിക്കുന്ന 2 കിടപ്പറകൾ കിഡ്സ് ബെഡ്റൂമാണ്. അതിലൊന്ന് ഇതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന തീം തന്നെയാണ് ഈ കിടപ്പറയ്ക്കും സ്വീകരിച്ചത്. സ്റ്റഡി കം ബെഡ്റൂം എന്ന കോൺസെപ്റ്റിലാണ് ഇതിന്റെ ഫർണിഷിംഗ്. വാർഡ്രോബ്, ബാത്ത് അറ്റാച്ച്ഡ് ഫെസിലിറ്റി എന്നിവ ഈ കിടപ്പറയ്ക്കുമുണ്ട്. ഈ ഫ്ളാറ്റിലെ 5ാമത്തെ കിടപ്പറ ഇതാണ്. കിഡ്സ് ബെഡ്റൂം തന്നെ ഇതും, പക്ഷേ കളർ തീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ. ലക്ഷറി നിലവാരത്തിലുള്ള ഫർണിഷിംഗ് ആണ് ഈ കിടപ്പറയുടേതും. ടോയ്ലറ്റ് റൂമും മറ്റും ട്രെൻഡി പ്രോഡക്റ്റുകൾ കൊണ്ടാണ് ഒരുക്കിയത്. ഈ ഫ്ളാറ്റിന്റെ ഫർണിഷിംഗിനായി ഉപയോഗിച്ച പ്രോഡക്റ്റുകൾ മിക്കതും ഇമ്പോർട്ടഡ് ആണ്. റിമോട്ട് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഫാനുകൾ, കർട്ടനുകൾ, ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് എന്നിങ്ങനെ ഏറെ പുതുമയാർന്ന ഇനങ്ങൾ. ക്യൂരിയോസുകളും ലാംപ് ഷെയ്ഡുകളും സോഫ സെറ്റുകളും മറ്റ് ഫർണിച്ചറുകളും എല്ലാം ഇമ്പോർട്ടഡ് തന്നെ. ഫർണിഷിംഗ് മെറ്റീരിയൽസിന്റെ ഷോറൂം നടത്തുന്ന ഇമാം സാലി സ്വന്തം ഷോറൂമിൽ നിന്നാണ് ഇവ തെരഞ്ഞെടുത്തത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്ട്സ് ഞങ്ങളുടെ ഷോറൂമുകളിൽ ഇന്ത്യയിൽ നിന്നും മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്നും സോഴ്സ് ചെയ്തിട്ടുള്ളവയാണ്. ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൈൻഡ്സ്, മാട്രസ്, ബെഡ്ഷീറ്റ്സ്, കുഷ്യൻ, വാൾപേപ്പർ എന്നിവയെല്ലാം ഞങ്ങളുടെ ഷോറൂമുകളിൽ ലഭ്യമായ വസ്തുക്കളാണ്. ഈ ഫ്ലാറ്റിൻ്റെ ഓണർ മിസ്റ്റർ ഇമാം സാലി, അദ്ദേഹം ഒരു ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ മെറ്റീരിയൽസ് വിൽക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു ഷോറൂം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ ഡിസൈൻ ഹൗസിലുള്ള ഞങ്ങളെപ്പോലുള്ളവർ ചെയ്യേണ്ടതുപോലെ തന്നെ പുള്ളിയും ഇതിൻ്റെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങളും എന്തൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് അദ്ദേഹത്തിൻ്റെ ഷോറൂമിൽ ഹി ഷുഡ് ബി ഏബിൾ ടു ഡെമോൺസ്ട്രേറ്റ് വെക്കാൻ പറ്റണം. അതുകൊണ്ട് പുള്ളിയും വളരെ പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ട്രാവൽ ചെയ്തും അല്ലാതെയും ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സാധനങ്ങളെല്ലാം ഈ ഫ്ലാറ്റിൽ ഉപയോഗിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഫാനും ലൈറ്റ്സും ഒക്കെ നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് അതിൽ കാണാൻ പറ്റും. ഓട്ടോമേഷൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇതൊരു ഫ്ലാറ്റ് യൂണിറ്റ് ആണ്. 13ഉം 14ഉം നിലകളിലായുള്ള ഒരു ഫ്ലാറ്റ് യൂണിറ്റ്. പക്ഷേ ഈ ഫ്ലാറ്റിൽ പച്ചപ്പിന്റെ നല്ല സാന്നിധ്യം കാണാം. ബാൽക്കണികളിൽ വളർത്തുന്ന ചെടികളാണ് ആ സാന്നിധ്യം നിറയ്ക്കുന്നത്. 2 നിലയിലുമായുള്ള ബെഡ്റൂം ബാൽക്കണികളോട് ചേർന്നും ഇവിടെ ഇലപ്പച്ചകൾ കാണാം.
നോർമലി ഫ്ലാറ്റ്സിൽ ഒരു വേണമെങ്കിൽ പോലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് ഒരു ഗ്രീനറി പ്രസൻസ്. ഒരു നാച്ചുറൽ പ്ലാന്റ്സിൻ്റെ പ്രസൻസ് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഫ്ലാറ്റ് 13ാമത്തെ നിലയിലാണെങ്കിൽ പോലും അതിൽ എല്ലാ രീതിയിലുള്ളൊരു ഗ്രീനറിയും ബാൽക്കണിയിൽ മാക്സിമം നാച്ചുറൽ പ്ലാന്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു പ്രസൻസ് നമ്മുടെ ഒരു നോർമൽ വില്ലയിൽ കയറി പോകുന്ന രീതി, ആ ഒരു സ്റ്റൈലും ഒരു വില്ല രീതിയും ചുറ്റിനും ഒരു ഗാർഡനും കാണുമ്പം ഒരു ആക്ച്വൽ വില്ലയിൽ താമസിക്കുന്ന ഒരു പ്രതീതി ഈ 13ാമത്തെ നിലയിലും കൊണ്ടുവരാൻ സാധിച്ചു. അതീവ സുന്ദരമായ ഒരു ഫ്ലാറ്റ്. ഫർണിഷിങ്ങിന്റെ മനോഹാരിത ഇതിനെ വളരെ മികച്ച ഒരു പാർപ്പിടമാക്കുന്നു. ഒരു വില്ലയുടെ സൗകര്യം, സ്പേഷ്യസ്നെസ്, പ്രൈവസി ഫാക്ടർ ഒക്കെയും നമുക്ക് കാട്ടിത്തരുന്നത് എങ്ങനെ നല്ലൊരു പാർപ്പിടം ഒരു ഫ്ലാറ്റ് ടവറിനുള്ളിൽ ഒരുക്കാം എന്നത് തന്നെയാണ്.